രാജലക്ഷ്മി പിള്ളൈ കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ 2 ലെസനാണ്, 2 യൂണിറ്റാണ് കവർ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 13-ഉം യൂണിറ്റ് 14-ലും. അതായത് പോസ്റ്റ് ഗുപ്ത പീരീഡിൽ യൂണിറ്റ് 13-ൽ നമ്മൾ എന്തൊക്കെ എങ്ങനെയായിരുന്നു കാലഘട്ടം എന്നുള്ളതാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ഹിസ്റ്റോഗ്രാഫിയിൽ 2 ഫേസ് ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആ കാലഘട്ടത്തിൽ കൃഷി, ലാൻഡിലെ റീഫോംസ്, ലാൻഡിൽ നിന്ന് കിട്ടിയിരുന്ന റവന്യൂ, അത് ടാക്സ്, അതേമാതിരി അഗ്രികൾച്ചർ റിലേഷൻസ് എങ്ങനെയായിരുന്നു, രാജാവ് പ്രഭു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അതാണ് ഒരു ഭാഗം കാലഘട്ടത്തിലുണ്ടായി. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ നാട് വലുതാവുകയും അത് വലിയൊരു അർബൻ സെന്റേഴ്സ് ആയിട്ട് മാറുകയും, അതേമാതിരി തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ലാൻഡിന്റെ ഏത് വിധത്തിലാണ് ഓരോരുത്തർക്ക് ലാൻഡ് കൊടുത്തിട്ടുള്ളത് രാജാവ്, അതേമാതിരി കമ്മ്യൂണൽ ലാൻഡ് എങ്ങനെയായിരുന്നു, ഇതിനെ പറ്റിയായിരിക്കും രണ്ടാമത്തെ ഭാഗത്തിൽ, ഈ ലെസണിൽ തന്നെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പോസ്റ്റ് ഗുപ്ത പീരീഡ് ആണ്. അതിന് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ക്ലാസിക്കൽ ഏജ് ആയിട്ട് ഇന്ത്യൻ ഫ്യൂഡലിസം, ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഫോർമേഷൻ, സ്റ്റേറ്റ് എങ്ങനെ ഫോമായി, റൂറൽ ആൻഡ് കൃഷി സംബന്ധമായ എക്കോണമി എങ്ങനെയായി, കൃഷികൾ അഗ്രേറിയൻ എക്സ്പാൻഷൻ എങ്ങനെ വന്നു, പെസന്റ് അല്ലെങ്കിൽ കർഷകൻ ഏതൊക്കെ ടൈപ്പിലായിരുന്നു, ട്രൈബിലായിരുന്നു, അതുകൂടാണ്ട് അവരുടെ എന്തുകൊണ്ടാണ് ഈ വ്യവസായങ്ങൾ അല്ലെങ്കിൽ തളർന്നു പോകാനും നശിച്ചു പോകാനുമുള്ള കാരണങ്ങൾ, അർബൻ സെന്റേഴ്സ്, അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, എല്ലാവർക്കും ഒരേമാതിരി അല്ല ലാൻഡ് രാജാവ് കൊടുക്കുന്നത്, വ്യത്യാസമുണ്ട്. അതിനാണ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. കാരണം കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം എല്ലാ ലാൻഡും കൃഷി ചെയ്യാൻ പറ്റില്ല. അതേമാതിരി എല്ലാ ലാൻഡിലും ഒരേമാതിരിയുള്ള മണ്ണായിരിക്കില്ല, ഒരേമാതിരിയുള്ള ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ടാക്സും, കരമാണ് ടാക്സ് എന്ന് പറയുന്നത്. ഏതാണോ പ്രൊഡക്ഷൻ അതിൽ നിന്നാണ് അവർ ടാക്സ് എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പും ഉണ്ട്. ഈ പീരീഡിനെയാണ്, പോസ്റ്റ് ഗുപ്ത പീരീഡിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് അതിൽ നിന്ന്, ക്ലാസിക്കൽ ഏജിൽ നിന്ന് പതുക്കെ വേറൊരു മൂവായി പോവുകയാണ് മിഡീവൽ ഏജ് എന്ന് പറയാം. അതായത് ഏർലി മിഡീവൽ ഏജ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം മിഡീവൽ ഏജിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ക്ലാസിക്കൽ ഏജിന്റെ അവസാനവും മിഡീവൽ ഏജിന്റെ തുടക്കവും, അതാണ് ഏർലി മിഡീവൽ. ഏർലി മിഡീവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാലും ഓരോ കർഷകന്റെയും ആക്ടിവിറ്റീനെ അത് എങ്ങനെ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് സ്റ്റേറ്റ് അതിനെ കാണുന്നതും അതിന്റെ കരം പിരിക്കുന്നതും അതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരാമർശിച്ച് പോകാൻ പോകുന്നത്. അങ്ങനെ ആ ഏർലി മിഡീവൽ പീരീഡ് തുടങ്ങിയിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നു. അതായത് കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ ഒരുമിപ്പിക്കുക, ഓരോ കർഷകന്റെ ആക്ടിവിറ്റീസിനെ സ്റ്റേറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു, സ്റ്റേറ്റിന് എന്താ ബെനിഫിറ്റ്, അല്ലെങ്കിൽ രാജ്യത്തിന് എന്താ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ബ്രാഹ്മണിന് എന്താ ബെനിഫിറ്റ്, ഈ കർഷകന് എന്താ ബെനിഫിറ്റ് എന്നുള്ളതായിരിക്കും നമ്മൾ അതിൽ കൂടെ പറഞ്ഞത്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഇനി ഇന്ത്യൻ പ്രഭുത്വം, ഫ്യൂഡലിസം എന്ന് വെച്ചാൽ പ്രഭുത്വം. ഈ പ്രഭുത്വത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്, അവിടെയുള്ള സാധനങ്ങള്, അവിടെയുള്ള ലോക്കലായിട്ടുള്ള റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് രാജ്യത്തിന് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. പിന്നെ ഇവരുടെ കർഷകന്മാരുടെ സെറ്റിൽമെന്റ്സ്, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതേമാതിരി തന്നെ അവരുടെ പ്രഭു, മേധാവി, അവർക്ക് എഗെയിൻസ്റ്റ് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ജീവിക്കുന്നു, ഏത് വിധത്തിൽ അവർ രാജ്യത്തിനെ സഹായിക്കുന്നു, എങ്ങനെ അവർ ഇന്ററാക്ട് ചെയ്യുന്നു പരസ്പരവും, അതേമാതിരി ലാൻഡ് എത്രത്തോളം കൊടുക്കാം, എങ്ങനെ കൊടുക്കാം, എത്ര കൊടുക്കണം, എവിടെ കൊടുക്കണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ എക്സ്പാൻഷൻ, ലാൻഡ് ഗ്രാൻഡിന്റെ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നു. ഇനി ഒരു ചേഞ്ച്, പ്രത്യേകമായിട്ടൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ റവന്യൂ സിസ്റ്റമാണ്. ആ റവന്യൂ സിസ്റ്റത്തില് നമ്മളുടെ രാജ്യത്തിൽ ഇപ്പോ നമുക്ക് ആന്ധ്രയിൽ കിട്ടുന്ന അരി ആയിരിക്കില്ല
കർണാടകയിൽ കിട്ടുന്നത്. അപ്പോൾ ഓരോ ലാൻഡിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്, അതിൻ്റെതായ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് വ്യത്യാസമുണ്ട്, അതേമാതിരി ഫ്രീക്വൻസി എത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റും, 6 മാസമോ 1 വർഷമോ 2 വർഷമോ, അപ്പൊ ഇതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് റവന്യൂ വ്യത്യാസം വരും. അതേമാതിരി തന്നെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന 700 സെഞ്ചുറിയിലാണ് ഇതിനെല്ലാം നമ്മൾ ഇന്ത്യൻ പ്രഭുത്വം ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇനി ലാൻഡ്, ഞാൻ ആദ്യമായിട്ട് പറയുന്നു ലാൻഡിന്റെ ഏറ്റവും ഒരു രാജാവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻകം ലാൻഡാണ്. അതായത് ലാൻഡ് അല്ല, ലാൻഡിൽ നിന്ന് വരുന്ന വരുമാനം. ലാൻഡ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ്, കൃഷിയാണല്ലോ എല്ലായിടത്തും. ഇവിടെ നല്ല ഹോൾ വേൾഡില് കൃഷി, ധനം വരുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ അത് കൃഷിയിൽ കൂടിയാണ് വരുന്നത്. ആ കൃഷിയിൽ കൂടെ വന്നിട്ട് ഇവിടെയും അതേമാതിരി ഇന്ത്യൻ ചരിത്രത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റി, റിലീജിയൻ, ഇതൊക്കെ ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ളത് കൃഷിയിൽ നിന്നാണ്. ആ കൃഷിയിൽ കൂടെ എങ്ങനെ അവര് വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് നടത്തി, അല്ലെങ്കിൽ എങ്ങനെയാണോ നാട്ടുരാജാവായിട്ട് വരുമ്പോൾ ലാൻഡ് ആൾക്കാർക്ക്, കർഷകന് കൊടുക്കുകയും കർഷകൻ അതിൽ പ്രവർത്തിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനുശേഷം അതിന്റെ പ്രോഡക്റ്റ് രാജാവിന് കൊടുക്കുന്നു. രാജാവ് കിട്ടുന്ന കരം കൊണ്ട് തിരിച്ച് രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതേമാതിരി തന്നെയാണ് ഹോൾ വേൾഡ്, എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. അത് മുസ്ലിം എംപയർ ആയാലും ശരി, ബ്രിട്ടീഷ് ആയാലും ശരി, അല്ല ഏത് രാജ്യമായാലും ശരി, ലാർജ് സ്കെയിൽ ക്യാഷ് പേയ്മെന്റ് ചിലയിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി സോവറിൻ എന്താണ് മീഡിയം ഓഫ് സർവീസ്? ഞാൻ രാജാവ്, എനിക്ക് കുറെ സ്ഥലമുണ്ട്, പക്ഷെ എനിക്കിപ്പോ എല്ലായിടത്തും എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒഫീഷ്യൽസിനെ വെക്കുന്നു. അതേമാതിരി ഞാൻ ഹിന്ദു ആയോ മുസ്ലിം ആയോ ഏത് മതമായാലും അതിന് മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അതിന്റെ പ്രീസ്റ്റിനെ വെക്കുന്നു. അപ്പൊ ഈ പണി ചെയ്യുന്നവർക്കുള്ള കൂലി എന്നുള്ളതിന് പകരം ആ കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്നത് ലാൻഡാണ്. ഒരു പറ നിലം ടാക്സ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ കരമില്ലാത്ത ധനം, കരമുള്ള ലാൻഡ്, അങ്ങനെ വിഭജിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. അത് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്ന അനുസരിച്ച് മാറ്റിയും മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇനി എങ്ങനെയൊക്കെ ഈ ലാൻഡിനെ ഉപയോഗിക്കാം? ലാൻഡ് സോഷ്യൽ മൊബിലിറ്റിയാണ്, സ്റ്റേറ്റസ് സിമ്പിളാണ്. അതായത് ഒരു പ്രഭുവിന് 100 ഏക്കർ സ്ഥലമുണ്ട്, 1000 ഏക്കർ സ്ഥലമുണ്ട്. 100 ഏക്കർ സ്ഥലമുള്ള പ്രഭുവിനെക്കാട്ടിലും സൊസൈറ്റിയിൽ കുറച്ചുകൂടെ ഹയർ ലെവലായിരിക്കും 1000 ഏക്കറോ 10,000 ഏക്കറോ ലാൻഡ് ഉള്ള ആള്. അതായത് പ്രഭു, ഇന്ത്യയിലെ പ്രഭുക്കന്മാർ എന്ന് പറയും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ജമീന്ദാർ എന്ന് പറയും. ജമീൻ എന്ന് വെച്ചാൽ ലാൻഡ്, അതിനെ പരിപാലിക്കുന്ന ആള് ജമീന്ദാർ. അപ്പോ അത് നോക്കി നടത്തുന്ന ആള്, അത് സ്റ്റാറ്റസ് സിമ്പിളാണ്. ഓക്കെ. ഇത് കൂടാണ്ട് ഇവര് പല വിധത്തിലുള്ള കർഷകന്മാര്, അവർക്കായിട്ടുള്ള ലാൻഡ് എങ്ങനെയായിരിക്കും? അതില് വലിയ പണക്കാരായ കർഷകരുണ്ട്, മിഡിൽ ലെവൽ കർഷകരുണ്ട്, വളരെ ദരിദ്രരായ കർഷകരുണ്ട്, പിന്നെ ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, എന്റെ നെയ്ബർക്കും കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, രണ്ടും കൂടെ കൃഷി ചെയ്യാൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഷെയർ ക്രോപ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും, ടെനന്റ് ആയിട്ട്. അതായത് ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഞാൻ സ്ഥലം പാട്ടത്തിനെടുക്കുമ്പോൾ അവിടെ ഏത് മണ്ണാണോ, ഏത് കൃഷിയാണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഞാൻ എന്റെ സ്വന്തം സ്ഥലം വരെ ഞാൻ പാട്ടത്തിനെ എടുത്തിട്ട് അത് കൃഷി ചെയ്ത് അതിന്റെ വരുമാനം വരും. ഒരു ഭാഗം പ്രഭുവിന് പോകും, പ്രഭു വന്നത് രാജാവിന് കൊണ്ടേ കൊടുക്കും. അപ്പൊ ഈ ലിങ്കിങ് വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് സ്ഥലമില്ലാത്ത ലേബറേഴ്സും ഉണ്ട്. അപ്പൊ സ്ഥലമില്ലാത്ത ലേബറേഴ്സ് എല്ലാം കൂടെ അവർക്കൊരു വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത്, രാജ്യങ്ങൾ ഉള്ള ആൾക്കാർ അവരെ ലേബറർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ
അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ലാൻഡിൽ എത്രത്തോളം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകും. പഴയ കാലത്ത് എത്ര പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു? അതായത് ഓണർഷിപ്പ്, അതാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത്. അതേമാതിരി ഈ ലാൻഡിനെ അവർക്ക് എന്തൊക്കെ ചെയ്യാം. അവരിൽ ഈ ലാൻഡിൽ പാട്ടത്തിനെടുക്കുകയാണെങ്കിൽ, പാട്ടത്തിനെടുത്താൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റെന്റ് എന്നുള്ള ലെവലിൽ പാട്ടത്തിൽ വരുന്ന സാധനങ്ങൾ അവരുടെ പ്രഭുവിന് കൊടുക്കുന്നു, പ്രഭു രാജാവിന് കൊടുക്കുന്നു. അതേസമയം ഈ സ്ഥലം സ്വന്തമാവുന്നില്ല, കൃഷി ചെയ്യുന്ന സ്ഥലം സ്വന്തമാവുന്നില്ല. അതവിടെ മൊർഗേജ് ചെയ്യാൻ പാടില്ല, അതായത് പണയം വെക്കാൻ പാടില്ല. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ധനമാണ്. ആ റൈറ്റിന് അല്ലെങ്കിൽ ആ ലാൻഡിനെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ പോസ്റ്റ് ഗുപ്ത പീരീഡ് ചോള ചേര പാണ്ഡ്യ ടൈമിലും കണ്ടിന്യൂ ചെയ്തിരുന്നു. ഈ പ്രോപ്പർട്ടി വളരെ സ്ഥലം കാര്യമായിട്ട് പല ഫേസസിൽ കൂടിയാണ് ഗ്രാജുവലായിട്ട് അഗ്രേറിയൻ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കൃഷിപരമായ വികാസങ്ങൾ, വികാസങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ചെയ്തിരുന്നത്, അത് ലാൻഡ് ഗ്രാൻഡിൽ കൂടെ പോകുന്നു. ഇവിടെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഇത് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഹിന്ദു കസ്റ്റം അനുസരിച്ച് ദാനം ചെയ്യാം. നമ്മൾ തെറ്റ് ചെയ്താൽ ബ്രാഹ്മിൻസിന് ദാനം ചെയ്യുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. ഗിഫ്റ്റിനെയാണ് ദാനം എന്ന് പറയുന്നത്. അപ്പൊ ഗിഫ്റ്റ് നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റൊക്കെ പൊറുക്കപ്പെടും എന്നുള്ള വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ലാൻഡ് ഗ്രാൻഡ് ദാനമായിട്ട് കൊടുത്തിരുന്നത്. അടുത്തത് ട്രഡീഷനിൽ നമ്മളുടെ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എനിക്ക് ഒരുപാട് ലാൻഡ് ഉണ്ട്, പക്ഷെ ഞാൻ വയസ്സായതാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആരോഗ്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കുറച്ചു ദിവസത്തേക്ക് പാട്ടത്തിന് കൊടുക്കും, അല്ലെങ്കിൽ ആ ലാൻഡിനെ ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നത് അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കാണ് സാധാരണ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അമ്പലത്തിന്റെ ആവശ്യത്തിനോ പള്ളിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പേഴ്സണായിട്ട് ആവശ്യത്തിനോ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നഷ്ടമില്ല, ഡൊണേഷൻ മേടിക്കുന്നവർക്കും നഷ്ടമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഇതൊക്കെ നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചറിലും അതേമാതിരി തന്നെ ഇൻസ്ക്രിപ്ഷൻസ് കല്ലിൽ എഴുതിയിട്ടുള്ളതിലും നമ്മൾ ലാൻഡ്, ആ കാലഘട്ടത്തിൽ ലാൻഡ് എങ്ങനെ കൊടുത്തിരുന്നു, ആർക്ക് കൊടുത്തിരുന്നു, എത്ര വിധത്തിൽ കൊടുത്തിരുന്നു, എത്ര ടൈപ്പ് കൊടുത്തിരുന്നു, ഏതൊക്കെ വിധത്തിൽ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ റിലീജിയസ് ലിറ്ററേച്ചർ, മതപരമായ ബുക്കുകളിൽ നിന്നും ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നുമാണ് കിട്ടുന്നത്. 4ാമത്തെ 5ാമത്തെ സെഞ്ചുറിയിലെ ലാൻഡിന്റെ ഗ്രാൻഡ് കൊടുക്കുന്ന സിസ്റ്റം ഒരു ചെറിയൊരു വ്യത്യാസം വരികയും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നോർത്ത് ഇന്ത്യ, ഡെക്കാൻ മാത്രമല്ല ആന്ധ്രാപ്രദേശ്, സൗത്ത് ഇന്ത്യ എല്ലാം സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെ ലാൻഡ് മുഖാന്തരം ദാനം ചെയ്തിട്ട് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുക, അതിൽ നിന്ന് വരുമാനം എടുക്കുക. ഇത് 6-7 സെഞ്ചുറികളിലോ ഇത് ഈസ്റ്റേൺ ഭാഗത്തും വെസ്റ്റേൺ ഇന്ത്യയിൽ, ഈസ്റ്റേൺ ഭാഗത്ത് ഇപ്പോഴത്തെ നമ്മളുടെ ബംഗാൾ, ബീഹാർ ഏരിയ, വെസ്റ്റേൺ എന്ന് പറയുന്നത് ഗുജറാത്തും ആ ഭാഗം അതിലേക്കും പടർന്നു പന്തലിച്ചു. കൂടാണ്ട് സൗത്ത് ഇന്ത്യയിലേക്കും ഇതേമാതിരി 8ാമത്തെ 9ാമത്തെ സെഞ്ചുറിയിൽ ഈ ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നത് വരുന്നു. 13ാമത്തെ സെഞ്ചുറിയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ യൂണിവേഴ്സൽ ഫീച്ചർ അനുസരിച്ചും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമ്മൾ ഇത് ഏകദേശം ഒരേമാതിരി, പെർഫെക്റ്റ് അതേമാതിരി അല്ലെങ്കിൽ കൂടെയും ഏകദേശം ഒരേമാതിരി നടത്തിക്കൊണ്ടുപോയിരുന്നു. ഇതില് നമ്മൾ ഈ ലാൻഡ് ഗ്രാൻഡിൽ കൂടെ നമ്മൾ എന്താ വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് റൈറ്റ്സ് ആണ്. എന്താണ് ലാൻഡ് റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് റൈറ്റ്സ്? ഇനി ഞാൻ പരാമർശിക്കുന്നത് ഏത് തരത്തിലുള്ള ലാൻഡ്, കാറ്റഗറീസ് ഓഫ് ലാൻഡ്. പല വിധത്തിലുള്ള ലാൻഡിന്റെ തരം 2 വിധമാണ്. നമ്മൾ അതായത് ലാൻഡ് ഗ്രാൻഡ് ചെയ്യുന്നത് 2 വിധത്തിൽ. കൊടുക്കുന്നത്, എനിക്ക് 100 ഏക്കർ സ്ഥലമുണ്ട്. ഓക്കെ, ഈ 100 ഏക്കർ സ്ഥലത്തിൽ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഏതായാലും വളരെ പ്രായമായി, ഇനി ഒരു 50% അമ്പലത്തിലേക്ക് ഇരിക്കട്ടെ. എൻ്റെ ലാൻഡിന്റെ ടോട്ടൽ ലാൻഡിന്റെ 100 ആണെങ്കിൽ 50% അമ്പലത്തിലേക്ക് ദാനം കൊടുക്കുന്നു, റിലീജിയസ് ദാനം. പിന്നെ സെക്കുലർ ദാനം, രാജാക്കന്റെ അല്ലെങ്കിൽ പ്രഭുവിന്റെ വിധത്തിൽ വിളിച്ചു കൊടുക്കുന്നു. എന്നെ നിങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതാണ് 2 കാറ്റഗറി ഓഫ് ലാൻഡ്.
ഇതിൽ കൂടെ ഈ സ്പിരിച്വൽ ലാൻഡിൽ കൂടെ ബ്രഹ്മദേവായ, ദേവയാന ആൻഡ് അഗ്രഹ ആൻഡ് മംഗലം. ഓക്കെ, ഈ അഗ്രഹ ഇത് തുടങ്ങിയിട്ടുള്ളത് ഡൈനാസ്റ്റികള് പല വിധത്തിൽ തുടങ്ങി. ചെറിയ ചെറിയ രാജ ഓഫീസേഴ്സിനെ വെച്ചു. എന്നിട്ട് ആ ഓഫീസേഴ്സ് വന്നിട്ട് ഫ്യൂഡേറ്ററീസ്, അതായത് ലാൻഡിൽ നിന്ന് പ്രൊഡക്ഷൻ എടുക്കുന്നു, ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അത് രാജാവിന് ഒരു ശതമാനം കൊടുക്കുന്നു. അതേമാതിരി തന്നെ ബ്രാഹ്മിൻസ് ചെയ്യുന്ന പ്രവർത്തിക്ക്, അവർ ചെയ്യുന്ന പൂജ, അമ്പലങ്ങളിൽ ചെയ്യുന്ന പൂജയ്ക്ക് അവർക്ക് ലാൻഡ് കിട്ടുന്നു. അപ്പൊ അതിനാണ് നമ്മൾ ബ്രഹ്മദേയ എന്ന് പറയുന്നത്. ഇനി അഗ്രഹാര ആൻഡ് മംഗലം, ഇത് എന്ന് വെച്ചാൽ അഗ്രഹാര ഈ പാലക്കാട്ടിലുണ്ട്. അഗ്രഹാര ഇപ്പോഴും അഗ്രഹാരം എന്ന് വെച്ചാൽ ഒരേ മാതിരി വീടുകൾ കെട്ടി താമസിക്കാൻ ടാക്സ് ഫ്രീ ആണ്. അവിടെ ടാക്സ് ഇല്ല. കാരണം അവർക്ക് ബ്രാഹ്മിൻസിന് അമ്പലത്തിൽ പൂജാരിക്ക് വേറെ പോയി മാറി മാറി പോകാൻ പറ്റില്ല. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഒരേ മാതിരി വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ താമസിച്ചോളാം. അമ്പലത്തിന്റെ അടുത്തായിരിക്കും. അഗ്രഹാരം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അവർക്ക് മാത്രമല്ല, ഈ ബ്രാഹ്മിൻസ് ഒരുപാട് ഫിറോഷ്യസ് ആയിട്ടുള്ള ആൾക്കാരല്ല, പാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്കോളേഴ്സ് ആയിരിക്കും, അജൈലല്ല, ശക്തിമാന്മാരല്ല. അവര് ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള റെസ്പെക്റ്റ് ആണ് ബ്രാഹ്മിൻസിന് ഗവൺമെന്റ് അല്ലെങ്കിൽ കിങ്ങോ കൊടുക്കുന്നത്. സാധാരണ ബ്രാഹ്മിൻസിന്റെ ജോലി മുഴുവനും പൂജാരിയായിട്ട് വർക്ക് ചെയ്യുക, പിന്നെ രാജാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക, അഡ്വൈസ് ചെയ്യുക. ദേവദാന ലാൻഡ് ടെമ്പിൾസിനാണ് കൊടുക്കുന്നത്, മൊണാസ്ട്രിക്കും കൊടുക്കുന്നു. അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ദാനമായിട്ടാണ് ഈ ദേവദാന എന്നുള്ള ദൈവത്തിനുള്ള ദാനം, അതാണ് ദേവദാന. ഓക്കെ, ഇത് ബ്രാഹ്മണനും കൊടുക്കുന്നുണ്ട്, നോൺ ബ്രാഹ്മണനും കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ബ്രഹ്മത്യാസ് അമ്പലങ്ങള് ഓരോ ഡെവലപ്മെന്റ് എക്സ്പാൻഷനും ഏതൊക്കെ വിധത്തിൽ എപ്പോ ആവശ്യമുണ്ടോ കൺസോൾഡേറ്റ് ചെയ്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രസന്റേഷൻ ചെയ്യുന്നു. അത് കർഷകന്മാർക്കും കൊടുക്കുന്നുണ്ട്, ശൂദ്രാസിനും ഉണ്ട്. അതൊരു സോഷ്യൽ ഡിഫറൻസിയേഷനും ഉണ്ട്. അതില് ശൂദ്രന്മാർക്ക് കൊടുക്കുന്ന മാതിരി ആയിരിക്കില്ല കർഷകന് കൊടുക്കുന്നത്. ഇനി ഈ ലാൻഡിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിയൻസ് പറയുന്നത് അനുസരിച്ച് 3 വിധത്തിലാണ് ഇവർക്ക് പൊസിഷൻ ഉള്ളത്. ഒന്ന്, ലാൻഡിന്റെ പൊസിഷൻ, ഓണർഷിപ്പ്, എക്സ്പെഷ്യലി ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ്. ഇവിടെ നമ്മുടെ കാലഘട്ടത്തിൽ നാഷണലിസ്റ്റ് റൈറ്റിംഗ്സ് അവരതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പെസന്റ് അല്ലെങ്കിൽ കർഷകൻ ഓണർഷിപ്പിനെ പറ്റിയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഭുവിന്റെ ഓണർഷിപ്പിനെ പറ്റിയും നമ്മളുടെ പുസ്തകത്തിൽ, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടൈമിൽ നടക്കുന്ന റൈറ്റിംഗ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ മാർക്സിസ്റ്റ് ആയിട്ടുള്ളവര്, അതായത് കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, ഒരിക്കലും അത് മാർക്സിസം നടക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളിലെല്ലാം മാർക്സിസ്റ്റ് പോളിസികൾ സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും ഒരാൾക്കും, അതാണ് മാർക്സിസത്തിൽ പറയുന്നത്, ഇടതുപക്ഷം ഒരാളും രാജാവിന് കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാവർക്കും അൾട്ടിമേറ്റ് ആയിട്ട് നോക്കുമ്പോ എല്ലാരും രാജാവ് ഏറ്റവും തലപ്പത്തിരുന്നാൽ കൂടിയും എല്ലാവർക്കും അതിൽ ധനത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ മിഡിൽ പാത്ത്, അതായത് സാധാരണ മനുഷ്യനും അല്ല രാജാവുമല്ല. അപ്പൊ രാജാവിന്റെ ഒരു ഗ്രൂപ്പിന്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു മിഡിൽ പാത്ത് ആയിട്ട് എടുക്കുക, അതായത് ജോയിന്റ് ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഈ വിധത്തിലാണ് നമ്മൾ ഓണർഷിപ്പിനെ പറ്റി, അതായത് ഉടമസ്ഥ അവകാശം, അതിനെപ്പറ്റി പ്രൈവറ്റ് ആയിട്ടും റോയൽ ആയിട്ടും, രാജാവും പറയുമ്പോൾ റോയലായി, സാധാരണക്കാരെന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഓണർഷിപ്പ്, പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രഭുവിന്റെ. ഇതിനൊക്കെ പറ്റി നമുക്ക് എങ്ങനെ അറിയുന്നു? ഇതൊക്കെ നമുക്ക് അറിയുന്നത് ലിറ്റററി സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. ഇനി ഈ ആർക്കിയോളജിക്കൽ സോഴ്സസിലും ലിറ്റററി സോഴ്സസ് വഴി ആയാൽ കൂടിയും ഫണ്ടമെന്റൽ ചേഞ്ചസ് എന്താണെന്ന് അറിയണം. ലാൻഡിന്റെ ഫണ്ടമെന്റൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ റൈറ്റ് ടു ലാൻഡ്. രാജാവായാലും ശരി, കർഷകനായാലും ശരി,
അവർക്കൊരു ലാൻഡിന്മേൽ അവരുടേതായ ഒരു സ്വന്തമായ അധികാരം. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് എനിക്കൊരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്, ആ പ്രോപ്പർട്ടിയിൽ കയറി വേറൊരാള് വീട് വെച്ച് താമസിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യുക ഞാൻ സമ്മതിക്കില്ല. കാരണം അത് എന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതിനെയാണ് റൈറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ റൈറ്റ്സ് ടു ലാൻഡ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിൽ കിങ് അതേമാതിരി കർഷകൻ ഒരു ചെറിയൊരു റൈറ്റ് ഉണ്ടായിരുന്നു മിഡീവൽ പീരീഡില്. പിന്നെ ഇതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ലാൻഡ് ഗ്രാൻഡിൽ കൂടിയാണ് ഈ റൈറ്റ്സ് എങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് പരിപാലിച്ചു വരുന്നത്. ആ ലാൻഡ് ഗ്രാൻഡ് കമ്മ്യൂണിറ്റി റൈറ്റ്സ്, ഒരുമിച്ച് താമസിക്കുന്ന റൈറ്റ്സ് മാറ്റിപ്പോയി. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു വരുമ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണൽ പ്രോപ്പർട്ടി, ഫ്യൂഡൽ പ്രോപ്പർട്ടി, ഒരാളുടെ കയ്യിൽ ജന്മിത്വം എന്ന് പറയും അതിന്. ഫ്യൂഡൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ജന്മിയാണ്, ജമീന്ദാറിന്റെ ആണ് ജന്മി. ആ വേർഡാണ് മലയാളത്തിൽ ജമ്മി. ജമ്മീന്റെ കൺട്രോളിൽ ഇരിക്കുമ്പോൾ കുടിയാനും ജമ്മിയും, ലാൻഡ് വർക്ക് ചെയ്യുന്നവരെ കുടിയാന്, മറ്റവര് ജന്മി. അപ്പൊ ജന്മിയുടെ കൺട്രോളിൽ നിന്നും ഒരു വ്യത്യാസത്തോടെ അവര് എല്ലാം സബ്ജക്റ്റ്, അവരുടെ കുടിയാന്മാർ മുഴുവനും പണിക്കാരാണ് കേട്ടോ. അപ്പോ ആ റൈറ്റ്സ് പതുക്കെ അഗ്രികൾച്ചറൽ റൈറ്റ്സ് ആയിട്ട് മാറുകയാണ്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ വരുമാനം, അതിനെയാണ് നമ്മൾ ഫ്യൂഡൽ ഇക്കോണമി എന്ന് പറയുന്നത്. ഫ്യൂഡൽ ഇക്കോണമി എന്ന് വെച്ചാൽ ജന്മികൾ രാജാവിന് വേണ്ടി അവര് സ്ഥലം നോക്കുന്നു, അവര് രാജാവിന്റെ സിൽബന്ദികളായിട്ടിരിക്കുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ ഇവര് ഈ സർപ്ലസ് ആയിട്ട് കൂടുതലായിട്ട് ടാക്സ് മേടിക്കാനും തുടങ്ങി. അപ്പോ ഒരു മെത്തേഡ്, അതായത് രണ്ട് കളക്ടേഴ്സ് ഏർലി മിഡീവൽ ഫ്യൂഡൽ എക്കോണമിയിൽ ഉണ്ടായിരുന്നു. അതായത് ഒന്ന് കിങ്, പിന്നെ ഒന്ന് ജമ്മി, ഫ്യൂഡൽ ലോർഡ്. പക്ഷെ ഇവര് രണ്ടുപേരും സാധനങ്ങളായിട്ടാണ് മേടിച്ചിരുന്നത്, ടേംസ് ഓഫ് കൈൻഡ്, മെറ്റീരിയൽ ആയിട്ട്. രാജാവിന് കാഴ്ച വയ്ക്കാൻ കൊണ്ടുപോവുക. അതുകൂടാണ്ട് ഫ്യൂഡൽ ലോർഡ്സിന് ഒരു അധികാരം കൂടിയുണ്ട്. അതായത് ജമ്മിമാർക്ക് ഒരു അധികാരമുണ്ട്, റവന്യൂ കളക്ട് ചെയ്യുക. ഡൊണേറ്റഡ് ലാൻഡ്സിൽ നിന്നും, രാജാവ് കൊടുത്തിട്ടുള്ള ഡൊണേറ്റഡ് രാജ്യത്തിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്ത്, അല്ലെങ്കിൽ കളക്ഷൻ, രാജാവിന് വേണ്ടി കരം പിരിക്കാൻ വരിക എന്ന് പറയും. അത് കരം പിരിച്ച് അവിടെ ഏൽപ്പിക്കുക. രാജാവിന് ഇപ്പൊ 100% മേടിച്ചിട്ടുണ്ടെങ്കിൽ 10% ജന്മി വയ്ക്കും, ബാക്കി 90% രാജാവിനെ ഏൽപ്പിക്കും. ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അങ്ങനെ തന്നെ ആയിക്കോളുന്നില്ല. അപ്പൊ അതേസമയം ഇത് തുടക്കത്തിൽ ഒരു ഫിക്സഡ് റവന്യൂ ആയിരുന്നെങ്കിൽ കൂടിയും അത് പിന്നെ കാലക്രമേണ സോൾജിയേഴ്സിന് അതായത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഈ പരിപാടി ഉണ്ട്. ജമ്മിക്ക് കുറെ അടിയാളുകളുണ്ടാവും. ഈ അടിയാളുകള് അതായത് കർഷകരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ജമ്മിയുടെ ആവശ്യത്തിന് കുറച്ചൊരു ചെറിയ ആർമി, ഒരു കുഞ്ഞ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആർമിക്കുള്ള ചെലവ് കഴിച്ചിട്ടാണ് രാജാവിന് കൊടുക്കുന്നത്. രാജാവിന് പെട്ടെന്ന് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ പടക്കോപ്പുകൾ ഉള്ളവരോ അല്ലെങ്കിൽ ഈ ജമ്മിയുടെ ഭടന്മാരെ അവിടെ രാജാവിന്റെ ആർമിയായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുക്കും. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ട്, പരസ്പരം ഒരു ലിങ്കിങ് ഉണ്ട്. എൻ്റെ സർവീസിന് നിങ്ങൾക്ക് ഇത് കിട്ടും, ഈ സർവീസിന് നിങ്ങൾ എന്നെ ഇങ്ങനെ സെർവ് ചെയ്യണം. അതാണ് അതിന്റെ ലിങ്കിങ് ആയിട്ട് വരുന്നത്. ഇനി സ്റ്റേറ്റ്, രാജ്യത്തിൽ റവന്യൂ സിസ്റ്റം ഒരു പ്രഷറിലാണ് ഫ്യൂഡൽ എക്കോണമിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം എപ്പോഴും ജമ്മിമാര് കൂടുതൽ എടുക്കാൻ തുടങ്ങും. അതാണ് അതിന്റെ എപ്പോൾ കൂടുതൽ വരുന്നതോ വേരിയസ് മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്യും. അപ്പോ ഈ അഡോപ്റ്റ് ചെയ്ത് എടുത്ത് വരുമ്പോൾ ഈ ഫ്യൂഡൽ ലോർഡ്സും രാജാവിന് ഒരു ഇതുണ്ട്. അപ്പൊ രാജാവ് പറയും, എനിക്ക് ടാക്സ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന വരുമാനം അല്ലെങ്കിൽ കരം കൂടുതൽ വേണമെന്ന് രാജാവ് ഫ്യൂഡൽ ലോർഡിന് വയ്ക്കും. ഫ്യൂഡൽ ലോർഡ് അത് രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരിക? കർഷകരിൽ നിന്ന് പിരിക്കുക. അപ്പോ ഇൻക്രീസ് വരുന്നുണ്ട്. ഫ്യൂഡൽ എക്കോണമിയിൽ ഒരു പ്രഷറും ഒരു ഇൻക്രീസും വരുന്നു. അപ്പൊ അന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കൈൻഡാണ് സ്ഥാനം, മണിയായിട്ടല്ല മേടിക്കുന്നത്,
കൃഷി ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ പെട്ടെന്നൊരു മഴ വന്നു, അല്ലെങ്കിൽ ഒരു വെട്ടുകിളീന്റെ ഉപദ്രവം വന്നു, കളക്ഷൻ കുറവായി പോയാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറവായി പോയാൽ ഇവർക്ക് രണ്ടുപേർക്കും കഷ്ടമാണ്. കർഷകനും പാടാണ്, ഫ്യൂഡൽ ലോർഡിനും ജമ്മിക്കും പാടാണ്, രാജാവിനും പാടാണ്. അപ്പോ ഇങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് റൈറ്റ്, അവര് കരം പിരിക്കാനുള്ള റൈറ്റ് രാജാവ് അവർക്ക് കൊടുത്തത്, നീ എന്ത് വേണം ചെയ്തോ, പക്ഷെ എനിക്ക് ഇത്രയും കിട്ടിയിരിക്കണം. അപ്പൊ ഈ ഫിക്സഡ് ഷെയർ നിന്ന് ടോട്ടൽ റവന്യൂ, ആ റവന്യൂ രാജാവ് സോൾജിയർ ഭടന്മാരെ ഉപയോഗിക്കാനും, അതേമാതിരി ഭടന്മാരെ കൊണ്ട്, ജമ്മിയുടെ ഭടന്മാരെ കൊണ്ട് തനിക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ സർവീസ് ഉപയോഗിക്കാനും രാജാവ് എടുത്തിരുന്നു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ രാജാവിന് സ്വന്തമായിട്ട് ഒരു ആർമി ഇല്ലെങ്കിൽ കൂടെയും അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു രാജാവിന് 400 ജമ്മിമാരുണ്ട്. ഇപ്പൊ 400 ജമ്മിമാര് തന്റെ കീഴിൽ ഓരോരുത്തരും 100 വെച്ചിട്ട് ചെറിയ ജമ്മീന്, വലിയ ജമ്മിയുണ്ട്, ചെറിയ ജമ്മിയുണ്ട്. അങ്ങനെ വരുമ്പോ അവരും ഇതേമാതിരി ഭടന്മാരെ വെച്ചിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറയാ, ലാർജ് ആർമി ഡെവലപ്പ് ചെയ്യാനും അതേമാതിരി തന്നെ ധനം കളക്ഷനും എളുപ്പം പറ്റും. അല്ലെങ്കിൽ സാധനങ്ങൾ കളക്ഷൻ, റോയൽ കിച്ചണിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ ജമ്മികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. തിരുമുൽ കാഴ്ച എന്ന് പറയും അതിന്. ഓക്കെ, ഇനി ലാൻഡ് ലോർഡും പെസന്റും. പെസന്റ് എന്ന് വെച്ചാൽ കർഷകൻ, ലാൻഡ് ലോർഡ് എന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജമ്മി. ഇപ്പൊ എവർ ഇൻക്രീസിങ് ടാക്സ് ആണ്. ഏത് നേരവും ഈ മെഡീവൽ ഏർലി ഒന്നും എടുക്കും. കാരണം രാജാവിന്റെ ആവശ്യം അനുസരിച്ച് കളക്ഷൻ ചെയ്യണമല്ലോ. രാജാവിന് ഫെസ്റ്റിവൽ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം വരുന്നു അവർക്ക്. അപ്പൊ ആ വിശേഷം നടത്തിക്കാൻ, അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ റോയൽ ഫാമിലിയില് പ്രസവം, അതേമാതിരി തന്നെ പിറന്നാള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ വരുമാനം കൂടുതൽ വേണ്ടി വരും. അപ്പൊ രാജാവിന് വരുമാനം എന്ന് പറയുന്നത് ജന്മി കൊടുക്കുന്നതാണ്. അപ്പൊ രാജാവ് ജന്മികളെ വിളിച്ച് പറയും, എനിക്ക് ഇത്രയും വരുമാനം കൂടുതൽ വേണം. അപ്പോ റെഗുലറിൽ നിന്ന് ഇറഗുലർ ആവും, ഫിക്സഡ് നിന്ന് ട്രഡീഷണൽ പേയ്മെന്റ്സ് എല്ലാം ഈ നേരത്തെ പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്, കർഷകനിൽ നിന്നാണ് പിരിച്ചു എടുക്കുന്നത്. അപ്പൊ ഈ ടാക്സിന് ഓരോ പ്രാവശ്യവും അതിന്റെ അധികാരം അനുസരിച്ച് അധികം, അത് എക്സെട്ര ആയിട്ട് പറയും, കൂടുതലായിട്ട് ആവശ്യം വരുമ്പോൾ അധികം വരുന്നു. അധികം വരുമ്പോൾ അവർക്ക് റെഗുലർ ടാക്സസും കൊടുക്കണം. ആ റെഗുലർ ടാക്സസിന് പല പേരുകളുണ്ട്. ഭോഗ, ഭാഗ, കാര, ഉപാരിക്ക, ഹിരണ്യായ, ഉദ്രായ, ഹലിരണ്യ, ഇങ്ങനെ പല പേരുകൾ വെച്ചിട്ട് അവർ ടാക്സ് പിടിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ ഇവിടെ ഓരോ ട്രെയിൻ അല്ലെങ്കിൽ ഓരോ ബസ് ഓരോ റോഡ് കൂടെ പോകുമ്പോൾ ടോള് കൊടുക്കുന്നില്ലേ, ടോൾ, അത് തന്നെയാണ് ഈ പറഞ്ഞ പരിപാടി. ഇനി ഏതൊക്കെ വിധത്തിലുള്ള ടാക്സസ് ഉണ്ട്. അപ്പോ വടക ഗ്രാൻഡില് പറഞ്ഞിട്ടുള്ളത് 14 ടൈപ്പ് ടാക്സസ് ആണ്. പല്ലവ റെക്കോർഡിൽ പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 22 ടൈപ്പാണ്. ടാക്സസ് വന്ന് എനോർമസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് 1000 സെഞ്ചുറി ആയപ്പോഴത്തേക്കും. കാരണം പല വിധത്തില് ഓരോന്നിനും ഓരോ ടാക്സ്. ഇപ്പൊ നമുക്കിവിടെ ഉണ്ടല്ലോ, വെള്ളത്തിന് ടാക്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ടാക്സ് ഉണ്ട്, റോഡിൽ കാർ ഓടിക്കണമെങ്കിൽ റോഡ് ടാക്സ് ഉണ്ട്, ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റിന് റവന്യൂവിന്റെ കൂടുതൽ ആവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടാക്സ് കൊടുക്കും, GST. അതാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഗ്രാന്റ് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് വാട്ടറിന് അടയ്ക്കണം, ട്രീസിന് കൊടുക്കണം, ബുഷസിന് നോക്കണം, എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത്. ഈ വില്ലേജിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ 7ാം സെഞ്ചുറിയിൽ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ടാക്സ്, സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട്, വെൽത്ത് ടാക്സ് കൊടുക്കുന്നുണ്ട്, അതേമാതിരി ലാൻഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഹൗസ് ടാക്സ് കൊടുക്കുന്നുണ്ട്, ബിൽഡിംഗ് ടാക്സ് കൊടുക്കുന്നുണ്ട്, കമേഴ്സ്യൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ
ഇതൊക്കെ റവന്യൂ എന്നുള്ള ഒരൊറ്റ വേർഡിൽ വരും. അപ്പൊ ഈ റവന്യൂ കൊണ്ടാണ് ഗവൺമെന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഗവൺമെന്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും ടാക്സ് ഇപ്പോൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, മഴക്കാലത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പിന്നാലെ ടാക്സ് വന്നോളും. അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവര് പിടിച്ചോളും, നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചോളും. ഫോണിന്റെ ചാർജ് കൂട്ടും, ഇലക്ട്രിസിറ്റി കൂട്ടും, കറണ്ടിന്റെ ചാർജ് കൂട്ടുന്നമാതിരി വെള്ളത്തിന്റെ ചാർജ് കൂട്ടും, റോഡിൽ കൂടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ പച്ചക്കറികൾക്ക് വില കൂട്ടും, അരി സാമാനങ്ങൾക്ക് വില കൂട്ടും. വേറെ നിവൃത്തിയില്ല. അപ്പോൾ ലാൻഡ് ഗ്രാൻഡ് ചാർട്ടേഴ്സ് പെസന്റിന് അല്ലെങ്കിൽ കർഷകന് ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ജമ്മിക്ക് അവന് ഡിസൊബീഡിയൻസ് ആയാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അവന് കുറ്റക്കാരനായിട്ട് വരും. അതായത് രാജദ്രോഹി, ട്രീസൺ. അപ്പൊ അവന് രാജദ്രോഹി ആകുമ്പോഴത്തേക്കും നമ്മൾ മഹാദ്രോഹമാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ എക്സ്ട്രാക്ട് ചെയ്ത ലേബർ എടുക്കുക. വിഷ്ടി എന്ന് പറയുന്നത് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് എക്സസൈസ്ഡ് അവര് ബ്രാഹ്മണാസ് ആണ് ഉണ്ടായിരുന്നത് വിഷ്ടി എന്ന് പറയുന്നത്. കാരണം എക്സ്ട്രാക്ടിങ് ഫോഴ്സ്ഡ് ലേബറിനെയാണ് വിഷ്ടി എന്ന് പറയുന്നത്. അതായത് 8 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം 8 പകരം 12 മണിക്കൂർ പണിയെടുക്കുക. അപ്പൊ 4 മണിക്കൂർ എക്സസ് ആയിട്ട് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധമായ പണിയെടുപ്പിക്കൽ, എക്സസ് ആയ പണിയെടുപ്പിക്കൽ, അതിന് വിഷ്ടി എന്ന് പറയുന്നു. ഗ്രാൻഡ് ചെയ്ത് ലാൻഡ് ഗ്രാൻഡ് ചെയ്തതൊക്കെ അവര് ഇതേ മരിപ്പ്, ഇതൊക്കെ ഒരാൾക്ക് എത്ര ലാൻഡ് കൊടുക്കണം, ഏത് ഭാഗത്തെ ലാൻഡ് കൊടുക്കണം എന്നൊക്കെ വേറെ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. രാജാവിന്റെ പ്രിറോഗേറ്റീവ് ആണ്. ഇനി വില്ലേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് വില്ലേജ്. വില്ലേജില് ടാക്സ് കളക്ഷൻ അവിടെയും ഇത് തന്നെയാണ് നടക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പ്രാവശ്യം. ഇതൊക്കെ ഒരു പിരമിഡിന്റെ ഷേപ്പിൽ നോക്കാം. നമുക്ക് റിവേഴ്സ് പിരമിഡും ആക്കാം, റൈറ്റ് പിരമിഡും ആക്കാം. ട്രയാങ്കുലർ ഷേപ്പിൽ വരുമ്പോൾ ഏറ്റവും അടിത്തട്ടിൽ വരുന്നത് വില്ലേജ് ആണ്. പിന്നെ അങ്ങനെ കുറഞ്ഞ് ഫോക്കസ് ചെയ്ത് വരുന്നത് രാജാവിന്. അതായത് ടോപ്പ് ലെവലില് അപ്പെക്സിസ് രാജ. വില്ലേജ് ആണ് ഏറ്റവും മാക്സിമം റവന്യൂ സ്റ്റേറ്റിനും ലോർഡിനും കൊടുക്കുന്നത്. ടാക്സ് ലാർജ് വരുമ്പോൾ വില്ലേജ് ഹെഡ്മാൻ, അതായത് അധിപൻ, ഗ്രാമത്തിലെ അധിപനായിരിക്കും കളക്ട് ചെയ്യുക. ഗ്രാമത്തിലെ അധിപൻ കളക്ട് ചെയ്ത ടാക്സിനെ അയാളുടെ പ്രഭുവിന്റെ കയ്യിൽ എത്തിക്കും, ലിങ്കിങ്. അവിടെ നിന്ന് ആ പ്രഭു അയാളുടെ പ്രഭുവിന്റെ മേലെയുള്ള പ്രഭുവിന്, വില്ലേജ് ഹെഡ്, അങ്ങോട്ട് കൊടുക്കും. അപ്പൊ താഴെത്തട്ടിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തായിരിക്കും അത് ലാസ്റ്റില് രാജാവിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നത്. അപ്പോൾ കർഷകന് ലോ ആൻഡ് സ്മോൾ ഇൻകംസ് ഉണ്ടാവും. പക്ഷെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഹെവി ബേർഡനിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന രാജാവിന്റെ സമയത്ത് നിവൃത്തിയില്ല. ഒരു വാർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ചിലപ്പോൾ ഹയർ ടാക്സ് കൊടുത്ത് തന്നെ പോകേണ്ടി വരും. അപ്പോ നമ്മൾ പല പ്രാവശ്യം ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ തന്നെ കർഷകന്മാര് വാങ്ങിയ ലോണ് അടയ്ക്കാൻ പറ്റാണ്ടാകുമ്പോ അവര് സൂയിസൈഡ് ചെയ്യുക. വില്ലേജ് കർഷകന്മാരാണ് മരിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. കാരണം അവരെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോ ബാങ്ക് വന്ന് ജപ്തി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോൺ മേടിച്ച ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന് എങ്ങനെയാ ജപ്തി ചെയ്യാൻ പറ്റുക? അപ്പൊ കർഷക മരണം ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അഗ്രഹാരത്തിൽ, ഞാൻ പഴയ ഇതിലേക്ക് പോവാണ്. അഗ്രഹാരത്തിൽ നിന്ന് ടാക്സ് ബ്രാഹ്മണന്മാര് കൊടുക്കേണ്ടത്. അപ്പോ അതേമാതിരി തന്നെ വില്ലേജില്, ബ്രഹ്മദേവിയ വില്ലേജിലുള്ളവരും ചില സമയത്ത് ടാക്സ് ഫ്രീ എന്ന് പറയും, ചില സമയത്ത് മേടിക്കും. കാരണം അവരുടെ സെറ്റിൽമെന്റ് എങ്ങനെയാണ്, രാജാവിന്റെ ആവശ്യം എങ്ങനെയാണ്, ഗ്രോയിങ് അവരുടെ ചെയ്യുന്ന പ്രിവിലേജസ്, പരിഹാരത്തിന് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്ങനെയാണ് സൊല്യൂഷൻ. പരിഹാരം എന്ന് വെച്ചാൽ സൊല്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി അഗ്രേറിയൻ റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിലെ ബിറ്റ്വീൻ കർഷകൻ, ലാൻഡ്,
അല്ലെങ്കിൽ ഫ്യൂഡലിസം. ഇതൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അഗ്രേറിയൻ റിലേഷൻ നമ്മൾ പറയുന്നത് ലാൻഡഡ് പ്രോപ്പർട്ടി, തന്നിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന വരുമാനം. ഇതിൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ലാൻഡ് ഓണർഷിപ്പും ലാൻഡിന്റെ സ്ട്രക്ചറും ആവശ്യം അനുസരിച്ച് മാറിയും മറിച്ചും വന്നുകൊണ്ടിരിക്കും. പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇക്കണോമിക്കലി അല്ലെങ്കിൽ ധനപരമായിട്ട് എപ്പോഴും ഈ കർഷകൻ കഷ്ടത്തിൽ തന്നെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് അറിയാം? ലിറ്റററി സോഴ്സിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. 600-ാം സെഞ്ചുറിയിൽ ഇത് ഈ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ടേംസ്, ഫങ്ഷണൽ സ്റ്റാറ്റസും ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു കർഷകന്റെ ഫങ്ഷണൽ സ്റ്റാറ്റസിന് ഗഹപതി, കുടുംബിക, മഹാത്ര, അതൊക്കെ വേർഡ്സ് ആണ്. ഗ്രഹപതിച്ച ഗൃഹസ്ഥൻ എന്നർത്ഥം. അപ്പൊ അതിന്റെ ഓരോ പോസിബിൾ ആയിട്ട് ഓരോ ലാൻഡിന്റെയും ഓരോ ലാൻഡിൽ കർഷകൻ ചെയ്യുന്ന കർഷകൻ അർത്ഥം. ചക്രവർത്തി എന്ന് പറയുമ്പോ ഒരു സ്റ്റേറ്റസ് ആണത്. ഓർഡിനറി കർഷകനും അതേമാതിരി അർദ്ധിക കർഷകനും, അർത്ഥരിക ഷെയർ ക്രോപ്പ് ചെയ്യുന്ന കർഷകനും, സോഷ്യൽ മിഡീവൽ ടൈമിൽ ഉണ്ടായിരുന്ന ഞാനും എൻ്റെ നെയ്ബറും കൂടെ ചേർന്നിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു, അതാണ് ഷെയർ ക്രോപ്പർ. ഓക്കെ, ആർദ്ധിക. പിന്നെ ടാക്സ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള കർഷകൻ ഡേ ബൈ ഡേ കൂടുതൽ കഷ്ടങ്ങളിലേക്ക് വരുമ്പോൾ ലാൻഡ് ലോർഡ് ലാൻഡ് പ്രോപ്പർട്ടീനെ എടുക്കും. അതേമാതിരി തന്നെ ചിലപ്പോൾ അവർക്ക് ഫ്ലറിഷ് ആയി പോവുകയും ചെയ്യും. രണ്ടു വിധത്തിലും നടക്കാം. നല്ലതും നടക്കാം, കർഷകന് നല്ലത് നടക്കാം, അല്ലെങ്കിൽ കർഷകൻ കഷ്ടപ്പെടാം. കർഷകൻ കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ലാൻഡ് ലോർഡിന് അല്ലെങ്കിൽ ജന്മിക്ക് എപ്പോഴും നല്ലത് മാത്രമേ നടക്കാറ്. കാരണം അങ്ങനെയാണല്ലോ അധികാരി. ഇനി കർഷകൻ ഓരോ വില്ലേജിലും അവൻ്റെതായ ചെറിയ ഡൊണേഷനും ചെറിയ പരമ്പര സ്വത്തുകൾ, ഇൻഹെറിറ്റൻസ് ഉണ്ടാവും, അതേമാതിരി മേടിച്ചതുണ്ടാകാം. അതെല്ലാം അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ ഒരു കർഷകൻ വില്ലേജ് കർഷകൻ കുറച്ചുകൂടെ പ്രാധാന്യം കർഷകന്റെ ലെവലിൽ നിന്ന് ജമ്മി ലെവലിലേക്ക് പോകാനും ജമ്മിയിൽ നിന്ന് കർഷകരിലേക്ക് പോകാനും. ഇത് ഇംഗ്ലണ്ടിൽ നടന്നു. ഇംഗ്ലണ്ടിൽ ഇതേമാതിരി കർഷകർക്ക് പ്രശ്നം വന്നപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് ടൗൺസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത്. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇവിടെ എക്സ്പാൻഷൻ വരുന്നത്, അതായത് വലുതായി വരുന്നത് ഓരോ രാജ്യങ്ങളിലും ഓരോ എക്സ്പാൻഷൻ, ട്രൈബൽ വില്ലേജിലുള്ളവരെ ട്രൈബൽ, അതായത് ട്രൈബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആദിവാസികള്, വൈൽഡായിട്ട് കാട്ടിലുള്ളവര്, വെർജിൻ കാട്ടിലുള്ളവര്, തരിശു ഭൂമിയിലുള്ളവര്, കോസ്റ്റൽ റീജിയനിലുള്ളവര്, ഇപ്പൊ അതാ കണ്ണമാലി ആ ഭാഗം കോസ്റ്റൽ റീജിയൻ, ഇവർക്കൊക്കെ ലാൻഡിന്റെ ഫെസിലിറ്റീസ് വ്യത്യാസം വരും. അതേമാതിരി തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും വ്യത്യാസം വരും. സൗത്ത് ഇന്ത്യയിൽ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നത് നമ്മള് വെറ്റ് നനവുള്ള പ്രൊഡക്ഷനിൽ നിന്ന് ഡ്രൈ സോണിലേക്ക് മാറുന്നു, അതായത് കാവേരി ഡെൽറ്റയിൽ. അതേമാതിരി തന്നെ അപ്പർ റീച്ചസ് ഓഫ് താമരപരണി, തമിഴ്നാടാണ്, തമിഴ്നാട് ആന്ധ്ര ആ ഭാഗം. അപ്പൊ വ്യത്യാസം വരും. സ്ഥലം അനുസരിച്ച് ഡ്രൈ ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാക്കാം, വെറ്റായിട്ടുള്ള ക്രോപ്സ് ഉണ്ടായി. കേരളത്തില് അരി കാർഷികമുണ്ടെങ്കിൽ തമിഴ്നാട്ടില് ചോളമായിരിക്കും, വേറെന്തായിരിക്കും. നിലത്തിന്റെയും വെള്ളത്തിന്റെയും വെതറിന്റെയും ചേഞ്ചസ് അനുസരിച്ചിട്ട് ക്രോപ്സ് മാറും. ഇനി നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ളവര്, അതായത് ഗവൺമെന്റ് അല്ലാത്തവര് ഗ്രൂപ്പിലുള്ളവര്, അല്ലെങ്കിൽ അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് കർഷകൻ അവരുടെ ഇറിഗേഷൻ പ്രോജക്ട്സ് എടുത്തു വരുന്നു. അതായത് വെള്ളമില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വെള്ളം ഉണ്ടാക്കാം, വെള്ളത്തിന് അണക്കെട്ടാണ്, അണിക്കെട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ അണക്കെട്ട് എന്ന് പറയും, തമിഴ്നാട്ടിലെ അണിക്കെട്ട് എന്ന് പറയും. വെള്ളത്തിനെ കെട്ടി നിർത്തി ആവശ്യമുള്ളപ്പോൾ വിടുന്നതിനെയാണ് അണക്കെട്ട് എന്ന് പറയാ. ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ്, പബ്ലിക് വെൽഫെയറിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഇൻക്രീസ് ആവും. ഗ്രൂപ്പില്, നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ
സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ആവുന്നു ചില ആൾക്കാർക്ക്. നല്ലത് ചെയ്യുന്നവർക്ക് നല്ല പേര് കിട്ടുന്നു, ചീത്ത ചെയ്യുന്നവർക്ക് അതേമാതിരി തന്നെ പരാമർശവും കിട്ടുന്നു. ഇനി മഴ വന്നില്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റി കൺവേർട്ട് ചെയ്ത് അതുവരെ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളെ ചെയ്തെടുക്കുന്നു. അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതനുസരിച്ച് പോപ്പുലേഷനും ഇൻക്രീസ് ആവും. ഇനി ഇറിഗേഷൻ സിസ്റ്റം എല്ലായിടത്തും ഒരുപാട് അണകളൊക്കെ കെട്ടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ പലതും ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഈ ഡൈവേഴ്സിറ്റി കൂടിയാണ് ചോള ഇൻസ്ക്രിപ്ഷൻസ് പോകുന്നത്. അതേമാതിരി തന്നെ സെവറൽ ആയിട്ടുള്ള റിസർവോയേഴ്സും, അതായത് അണക്കെട്ടിനെയാണ് റിസർവോയർ എന്ന സാഗര, സമുദ്ര, വെർദി. ഇനി ഇതൊക്കെ സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് താമസ സ്ഥലങ്ങളും അതിന്റെ ചുറ്റുപാടുകളും. മനുഷ്യന്റെ ആവശ്യമനുസരിച്ച് ലാൻഡിനെ അവൻ ഫെർട്ടൈൽ ആക്കി എടുത്തുകൊണ്ടിരിക്കും. റൂറൽ സെറ്റിൽമെന്റ്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് മാറി വേറെ വിധത്തിലുള്ള റൂറൽ ആയിട്ടുള്ള സെറ്റിൽമെന്റ്സിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയുള്ള എന്തൊക്കെ ധനങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ മിനറൽസ് കിട്ടുന്നോ അത് അവൻ ഉപയോഗിക്കുന്നു. അതിനെ ഒരു റിസോഴ്സ് മെറ്റാലിക് ഇവന്റ്സ് വരുന്നു. അഗ്രേറിയൻ എക്കോണമിനെയും ഇതേ നമ്മൾ പറയുന്നത് എത്ര കിട്ടുന്നു അതനുസരിച്ച് പ്രൊഡക്ഷൻ അനുസരിച്ച്. നമ്മൾ ഇവിടെ നിന്ന് ഈ കേരളത്തിൽ നിന്ന് സ്പൈസസ് പോയിക്കൊണ്ടിരുന്നല്ലോ ട്രേഡ്. അപ്പോ അതേമാതിരി തന്നെ നോൺ അഗ്രേറിയൻ സെക്ടറും ഉണ്ട് ട്രേഡ്. സിൽക്ക് അല്ലെങ്കിൽ റബ്ബർ, ഇതൊക്കെ നോൺ അഗ്രേറിയൻ അല്ലെ. സിൽക്ക് നോൺ അഗ്രേറിയൻ ആണ്. പക്ഷെ അതിന്റെ ബേസിസ് ബൾബറി ബുഷിൽ നിന്ന് കിട്ടുന്ന ഇലയിൽ വളരുന്ന പുഴുവിൻ്റെത്. അങ്ങനെ പല വിധത്തിലുള്ള ലോക്കൽ ഫെയർസും അവർ നടത്തി അവര് കൺട്രി വലുതാക്കി അവരുടെ ട്രേഡും എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു എന്നർത്ഥം. ഇനി ഇതോടുകൂടി ഈ ചാപ്റ്റേഴ്സ് തീരുകയാണ്. ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അവിടെ നിന്ന് നമ്മൾ സോഷ്യൽ സ്ട്രക്ചറും ജെൻഡർ റിലേഷൻഷിപ്പിനെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ ഏർലി മെഡീവലിൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ അതിന് തുടക്കത്തിൽ ഏർലി മെഡീവൽ എന്ന് പറഞ്ഞത് 1700 മുതൽ പതുക്കെ മെഡീവലിലേക്ക് വരുന്നു. അതായത് ഏൻഷ്യന്റിൽ നിന്ന് മെഡീവലിലേക്ക് വരുന്ന ആ കാലഘട്ടം, അതാണ് ഈ 600-ാം സെഞ്ചുറിയിൽ. അവിടെ എന്താ നമ്മൾ കണ്ടത്, ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവര് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു ഗുപ്തൻ എംപയറില് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. അപ്പൊ ഡിബേറ്റബിൾ ആണ്, നമുക്ക് നോക്കാം എത്രത്തോളം. പ്രൊലിഫറേഷൻ ഓഫ് പൊളിറ്റിക്സ്, എങ്ങനെയാണ് പൊളിറ്റിക്സ് കൺവേർട്ട് ആയത്? അപ്പോൾ ഈ സ്പ്രെഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയും നോൺ സ്റ്റേറ്റ് റീജിയൻസും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ആയിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഈ പൊളിറ്റിക്സ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് എത്തുന്നതിനുള്ള ഒരു അടിത്തറയായി. റീജിയണലായിട്ടും സബ് റീജിയണലായിട്ടും ട്രാൻസ് റീജിയണലായിട്ടും ഇത് ഒരു ഇക്കണോമിക്, അത് കൂടാണ്ട് ധനപരമായതും അല്ലാണ്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നമ്മൾ ഇവിടെ കാണുന്നു, ട്രാൻസ്ഫോർമേഷൻസ്. അതിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് 4 വർണ്ണമാണ്. ബ്രാഹ്മണ വർമ്മ, അതായത് 4 ഫോൾഡ് വർണ്ണ എന്ന് പറയും. മോർ കോംപ്ലക്സ് ആയിട്ട് വരുന്നു. ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. അതിന്റെ താഴെയായിട്ട് നമ്മൾ ജാതി വരുന്നുണ്ട്. ഇതിന്റെ താഴത്തെ ലെസൻസിൽ വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ധർമ്മ മഹാമാത്ര എന്നുള്ള ബുക്കിലാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ നോർമേറ്റീവ് ടെക്സ്റ്റിലാണ്. ഇവര് ധർമ്മ മഹാമാത്രയിലും വർണ്ണ സിസ്റ്റത്തിലും ഇതൊക്കെ കേട്ട് പഠിക്കുകയാണ്. ഈ 4 വർണ്ണന്മാര് 4 വേദങ്ങളും ഉണ്ട്. ഈ 4 വേദം എന്ന് പറയുന്നത് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അധർമ്മവേദ. ഇത് കേട്ട് പഠിക്കുന്നു. ആ കേട്ട് പഠിച്ചിട്ടാണ് അവര് പുരോഹിതന്മാരാവുകയും ആ പുരോഹിതന്മാര് ബ്രാഹ്മിൻസ് ആയിട്ട് അമ്പലത്തിൽ സെർവ് ചെയ്യുന്നു. അപ്പൊ രാജാവിനെ അഡ്വൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മിൻസിന്റെ സ്റ്റേറ്റസ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ക്ഷത്രിയനായിട്ടുള്ളവൻ രാജാവിന് വേണ്ടി, എല്ലാ രാജാക്കന്മാരും മിക്കവാറും ക്ഷത്രിയരായിരിക്കും. കാരണം അവരുടെ ബോഡി സ്ട്രക്ചറും മനോധൈര്യവും കൊണ്ട് അവര് യുദ്ധത്തിന് പോകുന്നു, കീഴടക്കുന്നു, രാജ്യം വലുതാക്കുന്നു. അവരുടെ പല വിധത്തിലുള്ള യാഗം നടത്തി അവരുടെ എക്സ്പാൻഷൻ ചെയ്ത് വരും. രാജാവിനെ അഡ്വൈസ് ചെയ്യുന്നവരാണ് ബ്രാഹ്മിൻസ്, അല്ലാണ്ട് ഭരിക്കുന്നവരല്ല. പക്ഷെ എന്നാലും രാജാവ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് ബ്രാഹ്മിൻസിന് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ കഥ. ഇനി നമ്മൾ കലിയുഗ എന്താന്ന് വെച്ചാൽ കാളിയുഗ. നേരത്തെ പല
പൊളിറ്റിക്സ് നമ്മൾ പല ജാതിയും കണ്ടിരുന്നു. ഇനി കാലി യുഗ എന്ന് പറയുമ്പോൾ ഇവിടെ കാസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ സ്ട്രക്ചറിൽ സൊസൈറ്റിയിലുള്ള കാഷ് ഇവിടെ കമ്മിങ് ഓഫ് കലിയുഗ കാലി ഏജ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അവരുടെ ഏജ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം വേദത്തില് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് കാലി യുഗ എന്ന് വെച്ചാണ് ജെൻഡർ റിലേഷൻഷിപ്പാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഭഗവാൻ മെയിൽ ഡോമിനേഷൻ കൂടുതലാണ് ഹിന്ദുയിസത്തില്. അതേസമയം വിമൻ ഡോമിനേഷൻ കുറച്ചായിട്ട് ഈ കലിയുഗത്തില് തുടങ്ങി വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എവിടെ നിന്നാണ് നമുക്ക് ഈ സോഴ്സസ് ഒക്കെ കിട്ടുന്നത്? റീകൺസ്ട്രക്ഷന് സാൻസ്ക്രിറ്റ് ബുക്കില് എല്ലാവിധ വേദങ്ങളും സാൻസ്ക്രിറ്റിലാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഒരു പുരുഷ മേധാവിത്വവും സാൻസ്ക്രിറ്റ് പഠിക്കട്ടുള്ളത്. അതുകൊണ്ടാണ് പഠിത്തം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബ്രാഹ്മിൻസിന് പറഞ്ഞിട്ടുള്ളത്. സാൻസ്ക്രിറ്റ് ആയതുകൊണ്ടും ദേവഭാഷയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദേവഭാഷ അല്ലെങ്കിൽ ഭഗവാന്റെ ഭാഷ അറിയുന്നവൻ സാൻസ്ക്രിറ്റ് പഠിക്കണം. പിന്നെ മാത്രമല്ല ഇന്ത്യ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തില് ഇവര് ബാക്കിയുള്ളവർ ആരും ഇത് പഠിക്കാൻ പാടില്ല എന്നുള്ള ലെവലിൽ നിർത്തി വെച്ചിരുന്നു. കാരണം അവർക്ക് അവിടെ ഡോമിനേഷൻ കിട്ടണം. സാൻസ്ക്രിറ്റിന്റെ ഡോമിനേഷൻ അവർക്ക് മാത്രം പാടുള്ളൂ. ബാക്കിയുള്ളവർ ഒരു ശൂദ്രനും സാൻസ്ക്രിറ്റ് ഇപ്പൊ ഉണ്ട് കേട്ടോ, ഇപ്പൊ ഉണ്ട്. സാൻസ്ക്രിറ്റ് പഠിച്ച് ശ്ലോകങ്ങൾ പഠിച്ച് ഒരു അൺടച്ചബിൾ ഈസ് എ പ്രീസ്റ്റ് ഇൻ എ ടെമ്പിൾ പഠിച്ചിട്ട് ഇന്ത്യയിൽ കേരളത്തില് അത് വിട്ടേക്കാം. അപ്പൊ ഈ കാവ്യ നാടക, അതാണ് ഡ്രാമ. കാവ്യവും നാടകവും ഒരുമിച്ച് വരുന്നത് കാവ്യ നാടക. ഫിലോസഫിക്കൽ ടെസ്റ്റ് ഒക്കെ വഴിയാണ് മ്യൂസിക്, ആർക്കിടെക്ചർ, ലെക്സോഗ്രാഫി ഇതൊക്കെ ഈ കൺസ്ട്രക്ഷനിൽ കൂടിയാണ് കിട്ടുന്നത്. സോഴ്സസ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇന്ത്യയിൽ പറയുന്നത് ഡൈനാസ്റ്റീസ് ഓഫ് കാശ്മീർ. രത്നഗിരിയില് എഴുതിയിട്ടുള്ള ബുക്കിൽ എഴുതിയ കാശ്മീരിലുള്ള ഡൈനാസ്റ്റികൾ. ആ ഡൈനാസ്റ്റിയാണ് ഇപ്പോഴും കശ്മീരിലുള്ള ബ്രാഹ്മിൻസിന്റെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ഇന്ത്യയില്. അപ്പൊ ഇവരൊക്കെ പുരാണവും ഇതിഹാസങ്ങളൊക്കെ മിഡീവൽ പീരീഡിൽ ഒരുമിച്ചാക്കുന്നു. ഭാഗവത പുരാണമുണ്ട്, ഭൈരവ പുരാണമുണ്ട്, കലിക പുരാണമുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ഉപപുരാണം ഉണ്ടാക്കുകയും അതിനിൽ കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിലെ ധർമ്മശാസ്ത്രയിൽ കൂടെ അവര് കമ്പൈൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ജന്മവാഹന എന്നുള്ള ഒരു റൈറ്റർ എഴുതിയ ഇൻഫ്ലുവൻസ് ആണ് ലോ കോൾഡ് വൈവക് മിത്ര ആൻഡ് ഡൈജസ്റ്റ്. ഇതിനെപ്പറ്റി ഡൈജസ്റ്റ് എന്ന് വെച്ചാൽ ദൈവഭാഗം എന്നുള്ളതിനെ പറ്റി ഇതിൽ എന്താണ് പരാമർശിച്ചിട്ടുള്ളതെന്ന് ചെറിയ വിധയില്. ഇത് കൂടാണ്ട് സ്മൃതിസ് ആൻഡ് മീനാംസ, അതും വേറെ ലിറ്ററേച്ചറാണ്. ഇതെല്ലാം ലിറ്ററേച്ചറാണ്. ഇതിൽ കൂടെ ഈ ലിറ്ററേച്ചർ ഈവൻ ഭാഗവതത്തിലും രാമായണത്തിലും രാജാവ് എങ്ങനെ ഉണ്ടായിരിക്കണം, രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ് രാമായണത്തിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ള കഥകൾ മുഖാന്തരം മനുഷ്യന് അവനവന്റെ ഡ്യൂട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സോഷ്യൽ എഡ്യൂക്കേഷൻ അറ്റ് ദാറ്റ് ടൈം. ഇനി ലാംഗ്വേജസ്, പല വിധത്തിലുള്ള ലാംഗ്വേജസ് അവർ ഉപയോഗിച്ചിരുന്നു. സാൻസ്ക്രിറ്റ് മാത്രം ലേറ്റർ ഓൺ, സാൻസ്ക്രിറ്റ് മാത്രമല്ല ജൈനമതത്തില് ഉപയോഗിച്ചിരുന്നത് പ്രകേർത്ത്, ഈസി ആയിട്ട് കോമൺ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേമാതിരി ഹിന്ദുയിസം സാൻസ്ക്രിറ്റ് ഉപയോഗിച്ചിരുന്നു, ജൈനിസം പ്രകേർത്ത് ഉപയോഗിച്ചിരുന്നു. നമ്മള് ബുദ്ധമതത്തിലാണെങ്കിൽ പാലി ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നു. കാരണം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വരിക എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയില് അവരുടെ എല്ലാ റൈറ്റിങ്സും തമിഴിലാണ് വന്നത്. റീജിയണൽ ലാംഗ്വേജസിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി രാഷ്ട്രകൂടാസ്, ഹോസലാസ്, ചാലൂക്യാസ് അവര് കന്നഡ ഭാഷയിലാണ്, ഈ ലാംഗ്വേജിലാണ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയത്. അതേമാതിരി ലഖപതി കളക്ഷൻ ഇതില് പറയുന്നത് ഗുജറാത്തില്. അതേമാതിരി കൃഷിവർഷ ഒരു അഗ്രികൾച്ചർ
ഫ്രം ബംഗാളിൽ നിന്ന് എങ്ങനെയാണ് ധർമ്മകാമക്ത ജെയിൻ ഫോക്ക് സ്റ്റോറീസ് കൂടെ എഴുതി മനസ്സിലാക്കി ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നു. ഇനി ഫോറിൻ ട്രാവലേഴ്സും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്കും അവരുടെ ഭാഷയിലായിരിക്കും. മുസൽമാൻ വരുമ്പോൾ മുസൽമാൻ ഭാഷയിലായിരിക്കും, ചൈനീസ് വരുമ്പോൾ അവരുടെ മാൻഡറിൻ ലാംഗ്വേജിലാക്കി. ലേറ്റർ ഓൺ അതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ബുക്സിൽ കൂടിയും ട്രാവലേഴ്സിന്റെ ലോഗിൽ കൂടിയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നടന്നിരുന്നു ഇന്ത്യയിൽ എന്നുള്ളത് നടന്നിരുന്നത് മാത്രമല്ലാണ്ട് ലാൻഡ് ഗ്രാൻഡ് എങ്ങനെ കൊടുത്തിരുന്നു, പ്രീസ്റ്റ് എങ്ങനെ കൊടുത്തിരുന്നു, ഒഫീഷ്യൽസ് എത്രത്തോളം കൊടുത്തിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ്. ഇനി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ വിധത്തിലല്ലേ. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല നിങ്ങളുടേത്. അതായത് ഇത് പ്രത്യേകമായിട്ട് വിമനെ പറ്റിയുള്ളത്, സ്ത്രീയെ പറ്റിയുള്ള താരതമ്യമാണ് വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ സോഷ്യലി റിലീജിയസ്ലി സ്ത്രീയുടെ സ്ഥാനം എന്തായിരുന്നു, അതേമാതിരി സ്ത്രീക്ക് എത്രത്തോളം സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു, അതേമാതിരി വിമൻഹുഡ്, വിഡോഹുഡ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, പൊളിഗാമി, ചൈൽഡ് മാരേജ്, ഇതൊക്കെ ഹിന്ദുയിസത്തിലെ എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം രാജാക്കന്മാരുടെയും ഈ കാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പർ കാസ്റ്റ് ഉള്ളവര് ലോവർ കാസ്റ്റ് കല്യാണം ചെയ്ത് പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അത് ഇതിനെയൊക്കെ പരാമർശിക്കുന്നത് നമ്മളുടെ മെയിൽ റിലേറ്റീവ്സ് ആണ്. അപ്പൊ സ്ത്രീനെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ധനമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയും അവരെ കൺട്രോളിൽ വെച്ചിരിക്കുകയും, അതുകൊണ്ട് പൊസിഷൻ, ഇന്ത്യൻ വുമന്റെ പൊസിഷനെ പറ്റി പല റീഫോമേഴ്സും നമ്മുടെ രാജാറാം മോഹൻ റായ് ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് നാഷണൽ ടൈമില്. അപ്പൊ ബ്രാഹ്മണിക്കലായിട്ട് അവര് ഇൻബിൽട്ട് ഒരു ജെൻഡർ ബയാസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ആ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു പറയുന്നു. കാസ്റ്റ്, അടിമത്വം, അൺടച്ചബിലിറ്റി. മാർക്കിസ്റ്റ് ഹിസ്റ്റോറിയൻ എടുത്തു പറഞ്ഞു ശൂദ്രാന്മാരുടെ എന്തായിരുന്നു, അൺടച്ചബിൾസ് ആരായിരുന്നു, അവരുടെ സ്ലേവറി എന്തായിരുന്നു, അല്ലെങ്കിൽ അടിമത്വം എന്താണ്, കാസ്റ്റ് സിസ്റ്റം എന്താണ്, അവർ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അവരുടെ ഹിസ്റ്റോറിയൻസ് പറയുന്നു. മൂന്നാമതായിട്ട് സോഷ്യൽ ഇക്കണോമിക്കലി അവരെങ്ങനെയായിരുന്നു, വർണ്ണത്തിനെക്കാട്ടിലും എന്തൊക്കെ അനുഭവിച്ചിരുന്നു, ബ്രോഡർ പെർസ്പെക്റ്റീവ്സിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതേമാതിരി തന്നെ ഇന്റർ കാസ്റ്റ് മാരേജ്, ഇന്റർ കാസ്റ്റ് റിലേഷൻ, ഇതിനെ പറ്റിയൊക്കെ പരാമർശിച്ചിട്ടുള്ളത് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായിട്ടുള്ള ബുക്കുകളിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും. ഇനി മാർക്കിസ്റ്റ് ഹിസ്റ്ററികൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഏർലി മിഡീവൽ പീരീഡില്, കാളി ഏജില് സോഷ്യൽ ക്രൈസിസ് എന്ന് വെച്ചാല് എന്തുകൊണ്ട് വ്യവസായം നന്നായി അല്ലെങ്കിൽ വ്യാപാരം താഴെ പോയി, എന്തുകൊണ്ട് കോയിൻസ് വന്നു, എന്തുകൊണ്ട് വലിയ വലിയ എന്താ പറയാ നഗരങ്ങൾ ഉണ്ടായി, നഗരങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഫ്ലറിഷായി, പിന്നെ എന്തുകൊണ്ട് അത് ഡിസ്ട്രോയ് ആയി. ഇങ്ങനത്തെ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഫ്യൂഡൽ ഓർഡറിൽ കൂടിയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷൻ, പല വിധത്തിൽ നിന്ന ട്രാൻസ്ഫോർമേഷൻ. അതായത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഈ 4 വർണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ബ്രാഹ്മിൻസ് അഡ്വക്കേറ്റ് ചെയ്ത 4 വർണ്ണത്തിൽ നിന്ന് അവര് കുറച്ചായിട്ട് ഡിഫ്ലേഷൻ ചെയ്ത് മാറിപ്പോകാൻ തുടങ്ങി. ആ സോഷ്യൽ ക്രൈസിസിനെയാണ് നമ്മള് കാളിയുഗ എന്ന് പറയാ, സ്ത്രീ അല്ലെങ്കിൽ കലിയുഗ എന്ന് പറയാം. അപ്പൊ ഇവിടെ ബ്രാഹ്മൺ ഡിസ്കോഴ്സിൽ കൂടെ കാളിയുഗത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് മുഴുവനും 3 പ്രിസൈഡിങ് യോഗാസ് ആണ്. യോഗാസിലെ തീർത്ഥ, ദേവപാര സോഷ്യൽ ഡെഡ് ലൈൻസിൽ വരുന്നു. ഈ കാളി ഏജൻസില് എപ്പിക്സിലും പുരാണത്തിലും ഇത് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. കലിയുഗത്തിൽ പല വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നർത്ഥം. അതാണ് കലിയുഗത്തില്. അപ്പൊ തീർത്ഥ സോഷ്യൽ ഡിക്ലൈനും സൊസൈറ്റിയൽ ഡിക്ലൈനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇനി വർണ്ണാശ്രമ ധർമ്മ, എന്താണ് വർണ്ണാശ്രമത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മം? സൊസൈറ്റിയിൽ 4 വർണ്ണങ്ങളുണ്ട്, 4 ആശ്രമമുണ്ട്. അതായത് ഈ ആശ്രമം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏജ് ആണ്. ബ്രഹ്മചര്യം, ഗ്രഹസ്ഥം, വാനപ്രസ്ഥം ആൻഡ് സന്യാസം. അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ലൈഫ്,
ഗ്രഹസ്ഥം വെച്ചാൽ ഫാമിലി സ്റ്റേറ്റസ്. അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ് റെഡി ടു ഡിസ്ക്ലോസ് എവറിത്തിങ് ആൻഡ് മൂവ് ടു ദ ഇൻ ദ സന്യാസീസ് ലെവൽ. എല്ലാം 4 സ്റ്റേജിൽ കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് വരും എന്നുള്ളതാണ് ആ സ്റ്റേജസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് എടുത്ത വഴി നേരിട്ട് സന്യാസിയാകാൻ പോയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു മനുഷ്യന് ആവശ്യമുള്ള അനുഭവിച്ചു വരണം എന്നുള്ളതാണ് ഈ 4 ആശ്രമത്തിൽ കൂടെ ഹിന്ദുസത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേമാതിരി ബാക്കിയുള്ള ഫ്രഷ് ഇന്റർപ്രിട്ടേഷൻസും ഉണ്ട്, മോഡിഫിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഇതേമാതിരി ടാക്സസ് ട്വൈസ് ദിഗ്വിയ എന്ന് പറഞ്ഞാൽ ട്വൈസ് ബോൺ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന് 10 വയസ്സോ അല്ല പൂണൂൽ കല്യാണമുണ്ട്, ദിഗ്വിജയ. അതേമാതിരി നോൺ ബ്രോമിൻസിന് അദിവ്യ, നോട്ട് ട്വൈസ് ബോൺ. ട്വൈസ് ബോൺ എന്ന് വെച്ചാൽ ആദ്യം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നു, പിന്നെ പൂണൂൽ ധരിച്ച് ബ്രാഹ്മണനാകുമ്പോൾ അടുത്ത ബർത്ത്, അതാണ് ട്വൈസ് ബോൺ എന്ന അർത്ഥം. ഇനി ശൂദ്രാസിന് ഇതൊന്നും പാടില്ല, കാരണം അവര് നോൺ ബ്രാഹ്മണാസ് ആണ്. അതാണ് ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സോഷ്യൽ ഓർഡർ, കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ. വർണ്ണം, ജാതി, വർണ്ണത്തിൽ നിന്ന് ജാതി വരുന്നു, ജാതിയിൽ നിന്ന് ഓരോ ജാതിക്കും ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ ഉണ്ട് സൊസൈറ്റിയിൽ. ഈ സൊസൈറ്റി വഴി വരുമ്പോഴത്തേക്കും എന്താ പറയാ, ബൈനറി ഞാൻ നേരത്തെ പറഞ്ഞു, റീബോൺ ആൻഡ് നോൺ ബോൺ. അപ്പോ ഈ കോമ്പിനേഷൻസും മുഖാന്തരം ഓരോ ജാതിയും മിശ്രജാതീസ് എന്ന് വെച്ചാൽ മിക്സഡ് ജാതി. ഒരു ബ്രാഹ്മൺ ഒരു ശൂദ്ര സ്ത്രീയിൽ കുട്ടി ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഇന്റർമീഡിയറ്ററി ആകാം, പക്ഷെ തിരിച്ചു പാടില്ല എന്നുള്ള ഒരു പ്രതമുണ്ട്. ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് രാജ്യഭാരം കിട്ടില്ല, അല്ലെങ്കിൽ രാജ്യസ്ഥാനം കിട്ടില്ല. പിന്നെ ഇതില് ഇന്റർമിക്സിങ്ങില് 3 കാറ്റഗറി ഉണ്ട്: ഉത്തം സംഗ്ര, മധ്യം സംഗ്ര, അധമ സംഗ്ര. ലാസ്റ്റ് ആയിട്ട് ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജാതി, ഈ ജാതി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ജാതി എന്ന് പറയുന്നത് ഇവിടെ സൊസൈറ്റിയിലുള്ളത് ഏത് ജാതി. ഇപ്പൊ നമ്മളുടെ ഏത് ജാതിയാന്ന് പറയാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ ഉണ്ട് ഗവൺമെന്റിന്റെ. അപ്പൊ ജാതി ചോദിച്ചാൽ തെറ്റ്, ജാതി പറഞ്ഞ് കളിയാക്കിയാലും തെറ്റ് കേട്ടോ. അപ്പോ ബ്രാഹ്മണന്മാര് സബ് കാസ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. അതാണ് പ്രീസ്ലി ബ്രാഹ്മണ സബ് കാസ്റ്റിലേക്ക് മാറി വരുന്നു. സെവറൽ ഗോത്രം വരും, അതേമാതിരി ഗാനം വരും. ഇതെല്ലാം പല വിധത്തിലുള്ള സ്കൂൾ ഓഫ് വേദിക് ലേണിങ്സ് ആണ്. അതിൽ നിന്ന് മാറി വരുന്നതാണ്. ബൈനറി ഡിഫറെന്റ് സെറ്റപ്പ് ഉണ്ട്. പഞ്ചകൂടാസ് നോർത്ത് ഇന്ത്യയില്, പഞ്ചദ്രവീഡിയാസ് സൗത്ത് ഇന്ത്യയില്. ഇതേമാതിരി ഇവരുടെ എക്സ്ട്രാവേജന്റ് റിച്വൽസ് ഉണ്ട്. ലാൻഡ് ഗ്രാൻറ്റും ഉണ്ട്, ദക്ഷിണയുണ്ട്. അതേമാതിരി തന്നെ ദാനയും ഇതേമാതിരി കിട്ടുന്നു. ഷിഫ്റ്റിംഗ് ടു ക്ഷത്രിയ, പല ബ്രാഹ്മിൻസും പതുക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് ക്ഷത്രിയ സ്റ്റേറ്റസിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാജാവാകാം. അപ്പോ അങ്ങനത്തെ മേടിക്കുന്നതിനാണ് നമ്മള് ക്ഷത്രിയ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതേമാതിരി രാജസ്ഥാനിലും പല ഭാഗങ്ങളിലും ഈ ഷിഫ്റ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. എമർജൻസ്, പുതിയ ഷിഫ്റ്റിംഗ് വരുന്നു കഴിഞ്ഞാൽ അവര് പുതിയ റൂളിംഗ് ക്ലാസ് ആയിട്ട് മാറുന്നു. അവര് രജപുത്ത് ക്ലാസ് ആയിട്ട് മാറുന്നു. രജപുത്സ്, ഇന്നലെ ഞാൻ പറഞ്ഞു പത്മാവതി സിനിമയിലെ രജപുത്രന്മാർ മുഴുവനും രാജാവായിരിക്കും, ക്ഷത്രിയനായിരിക്കും, സ്ട്രോങ് വാരിയർ ആയിരിക്കും. അപ്പൊ ഇതിലെ 36 ക്ലാൻസ് ഉണ്ട്. പല വിധത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കും. വേദിക് ട്രേഡിംഗ് കാസ്റ്റിൽ അവർ മാറി വരുന്നത് വൈശ്യന്മാര്, അതായത് ലാൻഡ് കർഷകൻ മാറി ട്രേഡിങ്ങിലേക്ക് കയറുന്നു. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളതാണ്. വേരിയസ് ക്രാഫ്റ്റ് ഗിൽഡ് ഉണ്ടാക്കി അവര് സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. ശൂദ്രന്മാർ മാറുന്നുണ്ട്, പ്രൊലിഫറേഷൻ ശൂദ്രത്തില്. 13th 12th സെഞ്ചുറിയില് ഒരു 36 മിക്സഡ് ക്ലാസിനെ പറ്റി നമ്മൾ പരാമർശിക്കുന്നു. ഈ മിക്സഡ് ക്ലാസ്സിൽ നോൺ ബ്രാഹ്മണേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിനെ പിന്നെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് 22 ഉത്തമ, 12 മധ്യമ, 9 ആത്മഹ, ഇങ്ങനെ വേറെ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഇനി അൺടച്ചബിൾസ് ആണ് ലാസ്റ്റ് വരുന്നത്. അൺടച്ചബിൾസ് എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ ഉപയോഗിക്കുക. ട്രൈബ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ജഗന്നാഥപുരിയിലെ ട്രൈബ് വാസികള്, അതേമാതിരി സ്ലേവ്സ്, പിടിച്ചു വെച്ചിട്ടുള്ളവരെ നമ്മൾ സ്ലേവ്സ് എന്ന് പറഞ്ഞു. മ്ലേച്ഛാസ് ആണ് ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ്. ഏറ്റവും ഫോറിനേഴ്സിനെയൊക്കെ നമ്മൾ മ്ലേച്ഛാസ് എന്നാ പറയാം. മുസ്ലിമാനെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്.
ജെൻഡർ റിലേഷൻഷിപ്പിലും സ്ത്രീകളുടെ റിലേഷൻഷിപ്പിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാരേജ്, അവരുടെ ഡൈവോഴ്സ്, അവരുടെ വിമൻഹുഡ്, നിയോഗ എന്ന് വെച്ചാൽ, അത് മാത്രം ഞാൻ പറയാം. വിമൻഹുഡ് എന്താ പറയുക, നിയോഗ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു പോയാൽ ഹസ്ബൻഡ് അനിയനെ അല്ലെങ്കിൽ ചേട്ടനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ പരമ്പര കണ്ടുപോവുക. വിമൻസിന് എഡ്യൂക്കേഷൻ സമ്മതിച്ചിരുന്നില്ല, പക്ഷെ എക്സെപ്ഷനലി ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. ഇനി പോളിറ്റിക്സിലും സ്ത്രീകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ജെൻഡർ റിലേഷൻ കൊണ്ടും ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.